ഇന്ത്യ മുന്നണിക്ക് അധികാരം ലഭിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുകയാണ് എന്ന് വ്യക്തമാകുന്ന സർവേ ഫലങ്ങൾ പല കോണുകളിൽ നിന്നും ഉയർന്നു വരികയാണ്. അതിന് കാരണമായത് നാലാം ഘട്ടം മുതലുള്ള വോട്ടെടുപ്പിൽ ഉണ്ടായ ഗണ്യമായ മാറ്റമാണ്. ആദ്യ 3 ഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന നരേന്ദ്രമോദിയുടെ കോൺഫിഡൻസ് ലെവൽ ഗണ്യമായി താഴ്ന്നിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ്. പല മേഖലകളിലായി അദ്ദേഹത്തിന് ലഭിക്കുന്ന റെസ്പോൺസ് അതൊട്ടും സ്വീകാര്യമല്ല. ജനങ്ങൾക്ക് നരേന്ദ്രമോദിയോടുള്ള വിശ്വാസ്യത നന്നേ കുറഞ്ഞിരിക്കുന്നു എന്ന് ഉറപ്പിക്കുന്ന സാഹചര്യമാണ് പലയിടത്തുമുള്ളത്. നമുക്കറിയാം, 4ാം ഘട്ടവും 5ാം ഘട്ടവും 6ാം ഘട്ടവും 7ാം ഘട്ടവുമുള്ള വളരെ ബാഹുല്യമായ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതിനോടകം തന്നെ 389 സീറ്റുകൾ ലോക്സഭാ പോളിംഗിലേക്ക് പോയി കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, കശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കഴിഞ്ഞതിന് ശേഷം ഉള്ള ശ്രീനഗറിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 38% താഴെയാണ് പോളിംഗ് രേഖപ്പെടുത്തിയത്. അവിടെ ഉൾപ്പെടെയുള്ളിടത്ത് അതിശക്തമായിട്ടുള്ള ഒരു ആൻറ്റി BJP വികാരം ഉയർന്നു വരുന്നതിനുള്ള എല്ലാ രീതിയിലുള്ള ശക്തമായിട്ടുള്ള രാഷ്ട്രീയ ചലനവും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല, പ്രിയങ്ക ഗാന്ധി അമേത്തിയിൽ അവിടെ അതിശക്തമായി സ്മൃതി ഇറാനിക്ക് നേരെ നടത്തിയ ചടുലമായ പ്രസംഗമുണ്ട്. അത് എത്രത്തോളം ശക്തി പകരുന്ന കാര്യമാണ്. BJPയുടെ നെറികെട്ട രാഷ്ട്രീയത്തിനെതിരെയുള്ള അവരുടെ കമ്മ്യൂണൽ പോളറൈസേഷനെതിരെയുള്ള ശക്തമായ വികാരമാണ് ഇവിടെ ശക്തമായി അവതരിപ്പിക്കപ്പെടുന്നത്. ഏറ്റവും വലിയ തീവ്ര വർഗീയവാദി എന്ന് തന്നെ പറയാൻ കഴിയുന്ന അസ്സാമിലെ മുഖ്യമന്ത്രി മുൻപ് കോൺഗ്രസ്സുകാരനായിരുന്നു എന്ന് പറയുമ്പോൾ പോലും കോൺഗ്രസ്സിന് നാണക്കേട് തോന്നുന്ന ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞിരിക്കുകയാണ്, കൃത്യമായ അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യം മാത്രമല്ല, ഘർവാപ്യസി മന്ദിർ മോസ്കിന് സമാനമായിട്ട് വീണ്ടും ക്ഷേത്ര നിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുന്നു. ജനങ്ങൾക്കിടയിൽ എന്തുകൊണ്ട് വികസനത്തിൻ്റെ കാര്യം പറഞ്ഞ് വോട്ട് പിടിക്കുന്നില്ല? കൃത്യമായി പറഞ്ഞാൽ വർഗീയത പറഞ്ഞ് മാത്രമാണ് ഉത്തരേന്ത്യയിൽ അവർക്ക് വോട്ട് പിടിക്കാൻ കഴിയുന്നത്. വികസനത്തിൻ്റെ കാര്യം ലെവലേശം പറയുന്നില്ല. കാരണം വികസനം നടപ്പിലാക്കാൻ അവർക്ക് കഴിയില്ല. അവരുടെ വികസനം അവരുടെ സ്വന്തം ആളുകളിലേക്ക് മാത്രം ചുരുങ്ങുന്ന, കോർപ്പറേറ്റുകൾക്ക് കടമെഴുതി തള്ളുന്ന, വലിയ രീതിയിൽ നികുതി ഇളവ് നൽകിക്കൊണ്ട് കോർപ്പറേറ്റുകളെ ഭീമമായി സഹായിക്കുന്ന പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ എങ്ങനെയാണ് വികസനം കൊണ്ടുവരിക? എന്നിട്ട് അതിതീവ്രമായി വർഗീയത പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കുക, കമ്മ്യൂണൽ പോളറൈസേഷൻ നടത്തുക. ജാതി രാഷ്ട്രീയത്തിൻ്റെ കളികൾ, അതിൻ്റെ അനന്തമായ സാധ്യതകൾ എങ്ങനെയെന്ന് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ തീവ്രമായ കളികൾ കൊണ്ട് മൂന്നാമതും അധികാരത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ ഭരണഘടനയ്ക്കുണ്ടാകുന്ന ചലനം എന്തുമാത്രം വളരെ ആഘാതം ജനിപ്പിക്കുന്നതായിരിക്കുമെന്ന് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒരേ സ്വരത്തിൽ തന്നെ പറയുന്നു. അവർ ഏതെങ്കിലും ഒരു കുടുംബത്തിൻ്റെയോ പരിവാരത്തിൻ്റെയോ വക്താക്കളാണ് എന്ന് പറഞ്ഞ് നരേന്ദ്രമോദി അവരെ ചെറുതാക്കി കളയാൻ ശ്രമിക്കുമ്പോൾ അവരുടെ കുടുംബത്തിലുള്ള നിരവധിയായ നേതാക്കൾ ഈ രാജ്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്തവരാണ്. അങ്ങനെ ഒരു ലെഗസിയും പാരമ്പര്യവും, ആ പാരമ്പര്യം മറ്റു നേതാക്കൾക്കൊന്നും എടുത്ത് പറയാൻ കഴിയില്ല എന്ന് ആവർത്തിക്കാൻ അവർക്ക് ചങ്കുറപ്പുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അത് BJPക്ക് കാലാകാലങ്ങളായാലും മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും.